എല്ലാവർക്കും ഈ പ്രഭാതത്തിൽ വന്ദനം. ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. യൂദായുടെ ലേഖനം 11-ാം വാക്യം, അതിൻ്റെ ആദ്യ ഭാഗം വായിക്കുന്നു. അവർക്കയ്യോ കഷ്ടം, അവർ കയീന്റെ വഴിയിൽ നടക്കുകയും. കയീൻ, ബിലെയാം, കോരഹ്, ഈ 3 വ്യക്തിപരമായ ന്യായവിധിയാണ് ഈ 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്. അതിൽ പ്രാരംഭമായിട്ട് എഴുതിയിരിക്കുന്നത് കയീന്റെ വഴി എന്നാണ്. ഇതിനെക്കുറിച്ച് പല എഴുത്തുകളും പല പുസ്തകങ്ങളും തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. കയീന്റെ വഴി, ബിലെയാമിന്റെ വഞ്ചന, കോരഹിന്റെ മത്സരം. അനേക ലേഖനങ്ങൾ നമ്മൾ ഒരുപക്ഷെ വായിച്ചിട്ടുണ്ടാകാം. എന്താണ് കയീന്റെ വഴി? കയീന്റെ ആരാധനയിൽ ദൈവം പ്രസാദിച്ചില്ല എന്ന് കണ്ടപ്പോൾ ഒന്ന് തിരുത്താൻ ദൈവം ഒരവസരം കൊടുത്തിട്ടും ഒന്ന് തിരുത്തി ചിന്തിക്കാൻ, ശരിയായ മാർഗത്തിൽ കർത്താവിനെ ആരാധിക്കാം എന്ന് ചിന്തിക്കാതെ തന്റെ സ്വഭാവത്തിൽ, തന്റെ വഴിയിൽ ദൈവത്തിന് വളരെ വിരോധമായും അല്ലെങ്കിൽ തന്റെ സഹോദരന് വിരോധമായും ദൈവത്തിന് കോപം ജ്വലിക്കുന്നതുമായ രീതിയിൽ താൻ പ്രവർത്തിക്കുകയാണ്. ആരാധന, ഒരുവന്റെ ആരാധനയിൽ ദൈവം പ്രസാദിച്ചു എന്ന് മനസ്സിലാക്കുന്നത് അവന്റെ സ്വഭാവത്തിലൂടെയാണ്. അല്ലാതെ എന്റെ ആരാധന ദൈവം ഇന്നത്തെ നല്ല ആരാധനയായിരുന്നൊക്കെ ചിലർ പറയാറുണ്ട്. ആരാധനയിൽ കർത്താവ് പ്രസാദിച്ചു എങ്കിൽ അത് നമ്മുടെ സ്വഭാവത്തിൽ അറിയാം. ഇവിടെ നാം മനസ്സിലാക്കുമ്പോൾ ഒന്ന് കറക്റ്റ് ചെയ്യാൻ കയ്യിന് ഇഷ്ടപ്പെടുന്നില്ല. ദൈവത്തിന് ഇഷ്ടമുള്ള ഒരാരാധന കഴിക്കാം എന്നൊന്ന് കറക്റ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. ദൈവം തന്നോട് സംസാരിക്കുന്നു. പാപം നിന്റെ വാതിക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു എന്ന് പറഞ്ഞിട്ട് പോലും ഒന്ന് തിരുത്താൻ കയ്യിന് ഇഷ്ടപ്പെടുന്നില്ല. ഇതേ അനുഭവമാണ് യൂദയ്ക്കുണ്ടായത്. യൂദയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ 7 അവസരങ്ങൾ, ചാൻസ് ദൈവം യൂദയ്ക്ക് കൊടുത്തു, നമ്മുടെ കർത്താവ് കൊടുത്തു. അതിലെ 6ാമത്തെ ചാൻസാണ് എന്നോടൊപ്പം താലത്തിൽ കൈമുക്കുന്നവൻ തന്നെ എന്ന് പറഞ്ഞിട്ടും യൂദയ്ക്ക് തിരിഞ്ഞു വരാൻ തോന്നിയില്ല. 7ാമത്തെ ചാൻസ് ആയിരുന്നു, സ്നേഹിത, നീ എന്നെ ചുംബനം കൊണ്ടോ ഒറ്റയ്ക്ക് കൊടുക്കുന്നത്. എന്നിട്ട് പോലും ഒന്നും മടങ്ങി വരാൻ തനിക്ക് തോന്നിയില്ല. ഇതേ അനുഭവമാണ് കയീന്റെ ജീവിതത്തിൽ പഠിക്കുന്നത്. അവസാനം തന്റെ സഹോദരന്റെ കുലപാതകനായി താൻ മാറി. താൻ കുലപാതകനായി മാറിയിട്ടും തനിക്ക് നല്ല ഉയർച്ചയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഉൽപ്പത്തി നാം വായിക്കുമ്പോൾ തന്റെ മകന്റെ പേരിൽ ഒരു പട്ടണം വരെ പണിതു. ഭൗതികമായ എല്ലാ നിലയിലും ഉയർച്ച പ്രാപിച്ചു. പക്ഷെ അതുകൊണ്ട് എന്ത് നേട്ടം? അതുകൊണ്ട് എന്ത് നേട്ടം? ദൈവത്തിന്റെ ലിസ്റ്റിൽ നിന്ന് പോയല്ലോ. ദൈവം തന്റെ വഴി തനിക്ക് പ്രസാദമില്ലാത്ത വഴിയെന്ന് എഴുതി തള്ളിയല്ലോ. ഒരു വ്യക്തിക്ക് ലോകത്തിലുണ്ടാകുന്ന നേട്ടങ്ങൾ കൊണ്ടൊന്നും ദൈവപ്രസാദമാണെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. കയീൻ പഠനം പണിയുന്നു, മകന്റെ പേരിടുന്നു, എന്തെല്ലാം പരിപാടികളാണ് നടക്കുന്നത്. ഇത് വല്ലതും ദൈവം പ്രസാദം ഉണ്ടായിട്ടാണോ? ഒരിക്കലുമല്ല. ദൈവസന്നിധിയിൽ നിന്ന് അവൻ ഓടിപ്പോയി. നാം മനസ്സിലാക്കണം, നമ്മുടെ ആരാധന ദൈവത്തിന് പ്രസാദമാണോ ആയോ അല്ലയോ എന്ന് മനസ്സിലാക്കുന്നത് ആരാധന കഴിഞ്ഞുള്ള നമ്മുടെ സ്വഭാവത്തിലാണ്.
കോപിഷ്ഠരായിട്ടാണോ നാം ആരാധന കഴിഞ്ഞു പോകുന്നത്? പകയോടെയാണോ നാം ആരാധന കഴിഞ്ഞു പോകുന്നത്? പിണക്കത്തോടെയാണോ നാം ആരാധന കഴിഞ്ഞു പോകുന്നത്? നാം ശ്രദ്ധിക്കണം. ഒരു ചാൻസ് ദൈവം കൈനാദ്യം കൊടുക്കുമ്പോൾ ദൈവത്തിലേക്ക് മടങ്ങി വന്ന് കർത്താവിന് ഇഷ്ടമുള്ള ഒരാരാധന കഴിക്കാം എന്നല്ല ചിന്തിക്കുന്നത്, മറിച്ച് തൻ്റെ വഴി തെറ്റായ നിലയിലേക്ക് തിരിച്ചു ചിന്തിക്കുകയാണ്. ഒടുവിൽ കുലപാതകനായി മാറി. നമ്മുടെ ജീവിതത്തിൽ നാം ആരാധിക്കുന്ന ദൈവത്തിന്റെ അതേ സ്വഭാവം നമ്മിൽ വെളിപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കും.